എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നാടൻ ഊണാണ്. ഈ ഒരു വ്രതനാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പാചക വീഡിയോ ആണ് ഇത്. നോൺ വെജ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ആദ്യമായിട്ട് പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയ നമ്മുടെ മക്കൾക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പികളുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിത്യവും തയ്യാറാക്കുന്ന വീട്ടിലെ ഊണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഊണ് റെസിപ്പി തയ്യാറാക്കാൻ തുടങ്ങാം. 3 കറിയോട് കൂടിയ ഊണാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യം നമ്മളൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് പീച്ചിങ്ങയും ചെറുപയറും കൂടെ തേങ്ങ അരച്ച കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്, ഒഴിച്ചു കറിയായിട്ട്. അപ്പോൾ ഈ പയർ അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അരക്കപ്പ് ചെറുപയർ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. കഴുകിയെടുത്തിട്ടുള്ള പയർ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. പയർ കുക്കറിലേക്ക് മാറ്റിയാൽ പിന്നെ ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കും. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ഒന്ന് എരിവിനായിട്ട് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. കുക്കർ മൂടി അടച്ചു കൊടുക്കാം. ഇനി ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി പയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പാവയ്ക്ക ഒന്ന് മസാല പുരട്ടി വെക്കണം. ഈ സമയത്ത് 2 പീച്ചിങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പയറ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കാനായിട്ടുള്ള മസാല ഒന്നും പുരട്ടി വയ്ക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇനി 2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, നല്ല ജീരകം പൊടിച്ചത്, 1 സ്പൂൺ അളവിൽ കോൺഫ്ലോർ, 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി, ആവശ്യമായ ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി. ഇത്രയും കാര്യങ്ങൾ ചേർത്താൽ പിന്നെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക നല്ലതുപോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മസാല എല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നതിനായിട്ട് ഇതൊന്ന് മൂടി മാറ്റി വെച്ച് കൊടുക്കാം. സമയം കൊണ്ട് നമുക്ക് ചെറുപയറൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇനി നമുക്ക് പയറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. പയർ ഈ ഒരു രീതിയിലാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും മൂടി അടച്ച് വേവിക്കാൻ വെച്ചെടുക്കാം. ഈ പീച്ചിങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അരപ്പരച്ചെടുക്കാനും വേണ്ടിയിട്ട് അരമുറി നാളികേരം, 1 വെളുത്തുള്ളി, ഒരു 2-3 കൊച്ചുള്ളി, 1 നുള്ളി ജീരകം, 1 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. ചെറുപയറും പീച്ചിങ്ങയും ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെന്ത് വന്നിട്ടുള്ള പീച്ചിങ്ങയും പയറും ഒന്ന് ഇളക്കി കൊടുക്കാം. പയറും പീച്ചിങ്ങയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം അരച്ചത് കൂടെ ചേർക്കാം. അരപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് തന്നെ ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള താളിപ്പ് കൂടെ ചെയ്തെടുക്കാം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 1/2 സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. പച്ചമുളകും കൂടി ചേർക്കാം. ചെറിയ സവാള കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഈ സവാള ഒന്ന് മുരിയിച്ചെടുക്കാം. സവാള ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഒന്നുകൂടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ താളിപ്പിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ചേർക്കാം. ഇനി കറി ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ഓരോ പാവയ്ക്കയും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു പ്രാവശ്യമുള്ളത്തേക്കുള്ളത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുരിഞ്ഞ് വരുമ്പോഴേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പാവക്ക ഒന്ന് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പാവക്ക മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വശവും കൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുറച്ച് കറിവേപ്പിലയും കൂടെ. അപ്പോൾ നല്ലതുപോലെ പാവക്ക മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു രീതിയിലെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക ഫ്രൈ എല്ലാം ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക ഫ്രൈയും ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു തോരനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.
തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ കൊത്തമ്പരി ഞാനിതുപോലെ ഒന്ന് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരമുറി നാളികേരം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഈ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ തേങ്ങയുടെ പാല് മുഴുവനും ഈ പയറിലേക്കൊന്ന് പിടിച്ച് കിട്ടണം. ഈ കൊത്തമ്പരക്ക് കുറച്ച് കയ്പുള്ളതാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കയ്പൊന്ന് കുറഞ്ഞു കിട്ടാൻ സാധ്യതയാണ്. ആളുകൾ ഇതിൻ്റെ വെള്ളമെല്ലാം തിളപ്പിച്ചൂറ്റി കളയാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വെള്ളമൊന്നും കളയുന്നില്ല. രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. തോരൻ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി പൊടിയായി കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. 2 വറ്റൽമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള പൊടിയായി കട്ട് ചെയ്തത് ചേർക്കാം. വീണ്ടും വഴറ്റി കൊടുക്കാം. വഴണ്ട് വരുന്ന സവാളയിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് പൊടിയായി കട്ട് ചെയ്തത് ചേർക്കാം. ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. സവാള ഇപ്പോൾ ഇതേപോലെ സോഫ്റ്റായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ചേർക്കാം. ഇതെല്ലാം കൂട്ടിയിളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള കൊത്തമര ചേർക്കാം. തേങ്ങ പുരട്ടി വെച്ചിട്ടുള്ള കൊത്തമര ചേർക്കുവാണ്. എല്ലാം കൂട്ടിയിളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ കൂട്ടിയിളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം കൊത്തമരക്ക് കുറച്ച് വേവുള്ളതാണ്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അകത്തേക്കാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മൂടി തുറന്നൊന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഈ ഒരു ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അതുവരെയാണ് കേട്ടോ നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നും കൂടെ അടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അമരക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഊണ് വിളമ്പിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഈ ഒരു കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഊണ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഊണ് റെസിപ്പിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ചയിൽ എത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.